എല്ലാവരും പഠനം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് IT അടുത്ത ഭാഗം നോക്കാം. ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമുക്ക് IT കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അതുകൂടി കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്, അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആൻസർ ചെയ്തു പോവുക. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ ഫോൾസ്? ഫസ്റ്റ് വൺ, ഹബ് ഓപ്പറേറ്റ്സ് ഓൺ ഡാറ്റ ലിങ്ക് ലെയർ വൈൽ സ്വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ ഫിസിക്കൽ ലെയർ. സെക്കൻഡ്, hub is broadcast type transmission. Third, router operates on network layer. ഓപ്ഷൻസ് വായിച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ആൻസർ ചെയ്യാം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ? ഫസ്റ്റ് വൺ, ഡിജിറ്റൈസർ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. സെക്കൻഡ്, പ്ലോട്ടർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. തേർഡ്, ജോയ്സ്റ്റിക് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ഫോൾസ്? അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസായി വരുന്നത് ഫസ്റ്റ് വൺ ആണ്. ഹബ് ഓപ്പറേറ്റ്സ് ഓൺ ഡാറ്റ ലിങ്ക് ലെയർ വൈൽ സ്വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ ഫിസിക്കൽ ലെയർ. കറക്റ്റ് ആൻസർ വരുന്നത് ഹബ് ഈസ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ. സെക്കൻഡും തേർഡും റൂട്ടർ ഓപ്പറേറ്റ്സ് ഓൺ നെറ്റ്വർക്ക് ലെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 and 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ? ഡിജിറ്റൈസർ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്, പ്ലോട്ടർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. അത് രണ്ടാണ് കറക്റ്റ്. ജോയ്സ്റ്റിക്ക് ഇൻപുട്ട് ഡിവൈസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് വിർച്വൽ മെമ്മറി? ഓപ്ഷൻസ് എ സ്വാപ്പിംഗ്, ബി സ്പൂളിംഗ്, സി ഡിമാൻഡ് പേജിംഗ്, ഡി നൺ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് റാൻസംവെയർ ആർ കറക്റ്റ്? ഫസ്റ്റ്, റാൻസംവെയർ ഈസ് എ വൈറസ് വിച്ച് റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. സെക്കൻഡ്, കൈൻഡ് ഓഫ് സൈബർ ക്രൈം വെയർ ദ അറ്റാക്കർ ഗെയിൻസ് ആക്സസ് ടു ദ കമ്പ്യൂട്ടർ ആൻഡ് ബ്ലോക്സ് ദ യൂസർ ഫ്രം ആക്സസിങ് യൂഷ്വലി ബൈ എൻക്രിപ്റ്റിംഗ് ദ ഡാറ്റ. Third, the attacker blackmails the victim to pay for getting access to the data. Option A 1 only, B 1 and 2, C 1, 2 and 3, D none of this. Next, Ubuntu 20.04 LTS is known as. Options A Jammy Jellyfish, B Kinetic Kudu, C Focal Fossa, D Bionic Beaver. നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് വിർച്വൽ മെമ്മറി? സ്പൂളിംഗ്. ഓപ്ഷനിൽ വിർച്വൽ മെമ്മറി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് സ്പൂളിംഗ് ആണ്. നെക്സ്റ്റ് ആൻസർ വരുന്നത് നൺ ഓഫ് ദിസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കറക്റ്റ് അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് റാൻസംവെയർ ആർ കറക്റ്റ്? ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ഫോക്കൽ ഫോസ ആണ്. ഉബുണ്ടു 20.04 LTS ഈസ് നോൺ ആസ് ഫോക്കൽ ഫോസ. ഓപ്ഷൻ സി. നമുക്ക് അടുത്ത സെറ്റിലേക്ക് കിടക്കാം. മാച്ച് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ ഹബ്ബ്, സെക്കൻഡ് റൂട്ടർ, തേർഡ് റിപ്പീറ്റർ, fourth gateway. A can handle different protocols. B amplifies the signal transmitted on network. C connects two dissimilar networks. D connects several computers together. മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചത്. നമുക്ക് ആൻസറിൽ നോക്കാം ഏതാ വരുന്നതെന്ന്. നെക്സ്റ്റ്, ദ സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ദാറ്റ് ടെമ്പററിലി സ്റ്റോർസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ ഫോർ ഫാസ്റ്റർ പ്രോസസ്സിംഗ് ബൈ എ കമ്പ്യൂട്ടേഴ്സ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓപ്ഷൻസ് എ റാം, ബി ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സി ക്യാഷെ മെമ്മറി, ഡി ഫ്ലാഷ് മെമ്മറി. മാച്ച് ദ ഫോളോയിങ് കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് ഹബ്ബ് കറക്റ്റായിട്ട് വരുന്നത് കണക്ട് സെവറൽ കമ്പ്യൂട്ടേഴ്സ് ടുഗദർ. സെക്കൻഡ് റൂട്ടർ വരുന്നത് സി കണക്ട്സ് ടു ഡിസിമിലർ നെറ്റ്വർക്ക്സ്. തേർഡ് ബി റിപ്പീറ്റർ വരുന്നത് ബി ആംപ്ലിഫൈസ് ദ സിഗ്നൽ ട്രാൻസ്മിറ്റഡ് ഓൺ നെറ്റ്വർക്ക്. ഫോർത്ത് എ ഗേറ്റ്വേ ക്യാൻ ഹാൻഡിൽ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്. അതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ദാറ്റ് ടെമ്പററിലി സ്റ്റോർസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ഫോർ ഫാസ്റ്റർ പ്രോസസ്സിംഗ് ബൈ എ കമ്പ്യൂട്ടേഴ്സ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ക്യാഷെ മെമ്മറി. ക്യാഷെ മെമ്മറിയിലാണ് ടെമ്പററിലി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഡാറ്റാസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അഡ്വാൻസ്ഡ് ഫിഷിംഗ് ടെക്നിക് വേർ അറ്റാക്കേഴ്സ് മേക്ക് എ ക്ലോൺ ഓഫ് എ വെബ്സൈറ്റ് ആൻഡ് സെൻഡ് ദ മെലീഷ്യസ് ലിങ്ക് ടു ദ വിക്ടിം ആൻഡ് ട്രൈ ടു എക്സ്ട്രാക്ട് സെൻസിറ്റീവ് ഡാറ്റ സച്ച് ആസ് കാർഡ് നമ്പേഴ്സ്, യൂസർ നെയിംസ്, പാസ്വേഡ്സ് എക്സെട്ര ഫ്രം വിക്ടിംസ്. ഓപ്ഷൻസ് എ റാൻസംവെയർ, ബി സലാമി അറ്റാക്ക്, സി വെബ് ജാക്കിംഗ്, ഡി വൈറസ്. നെക്സ്റ്റ്, എ സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ബി ഫ്രീലി ആക്സസ്ഡ് ആൻഡ് മോഡിഫൈഡ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് എ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, ബി പാക്കേജ് സോഫ്റ്റ്വെയർ, സി മിഡിൽവെയർ, D open source software. Next, one of the most popular search engines founded by Larry Page and Sergey Brin is. Options A Yahoo, B Google, C Bing, D Safari. നമുക്ക് ആൻസർ നോക്കാം. അത് സൈബർ ക്രൈം ആണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ് ആൻസർ, വെബ് ജാക്കിംഗ്.
An advanced phishing technique where attackers make a clone of a website and send a malicious link to the victim and try to extract sensitive data such as card numbers, usernames, passwords, etc. from victims. അതിന് പറയുന്നതാണ് വെബ് ജാക്കിംഗ്. എ സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ബി ഫ്രീലി ആക്സസ്ഡ് ആൻഡ് മോഡിഫൈഡ് ഈസ് കോൾഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഫ്രീ ആയിരിക്കും അത് നമുക്ക്. നെക്സ്റ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സെർച്ച് എഞ്ചിൻ ഫൗണ്ടഡ് ബൈ ലാറി പേജ് ആൻഡ് സെർജി ബ്രിൻ. ലാറി പേജും സെർജി ബ്രിനും കണ്ടുപിടിച്ചത് ഗൂഗിൾ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്? ഓപ്ഷൻസ് എ സ്പീക്കർ, ബി മോണിറ്റർ, സി പ്രിൻ്റർ, ഡി സ്കാനർ. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ്, ഡാഷ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻസ് എ വേർഡ് പ്രോസസ്സർ, ബി വിൻഡോസ്, സി ലിനക്സ്, ഡി യുണിക്സ്. നെക്സ്റ്റ്, ദ നെറ്റ്വർക്ക് ദാറ്റ് സ്പാൻസ് ഓവർ എ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ ഈസ് കോൾഡ്. ഓപ്ഷൻസ് എ ലാൻ, ബി പാൻ, സി വാൻ, ഡി ബസ് നെറ്റ്വർക്ക്. നെക്സ്റ്റ്, ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു വ്യൂ എ വെബ് പേജ്. ഓപ്ഷൻസ് എ ഇമെയിൽ, ബി ബ്രൗസർ, സി HTML, ഡി സ്പ്രെഡ്ഷീറ്റ്. നെക്സ്റ്റ്, IT Act came into existence in the year. ഓപ്ഷൻസ് എ 2001, ബി 2002, സി 1999, ഡി 2000. ഇതിൻ്റെ ആൻസർ എല്ലാവരും ചെയ്തിട്ടുണ്ട് വിചാരിക്കുന്നു. താരതമ്യേന ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നോക്കാം ആൻസർ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് ആൻസർ വരുന്നത് സ്കാനർ, ഓപ്ഷൻ ഡി. ബാക്കി സ്പീക്കർ, മോണിറ്റർ, പ്രിൻ്ററൊക്കെ ഔട്ട്പുട്ട് ഡിവൈസാണ്. നെക്സ്റ്റ്, ഡാഷ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വരുന്നത് വേർഡ് പ്രോസസ്സറാണ്. ബാക്കി വിൻഡോസ്, ലിനക്സ്, യുണിക്സ് ഒക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നെക്സ്റ്റ് ചോദിച്ചത് ദ നെറ്റ്വർക്ക് ദാറ്റ് സ്പാൻസ് ഓവർ എ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ. അത് വാനാണ് വരുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് വാൻ. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ബ്ലൂടൂത്ത് ഒക്കെ പാനിലാണ് വരുന്നത്. നെക്സ്റ്റ്, ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു വ്യൂ എ വെബ് പേജ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബ്രൗസർ. ബ്രൗസർ യൂസ് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വ്യൂ ചെയ്യാം. നെക്സ്റ്റ്, IT Act came into existence in the year 2000. IT Act വന്നത് 2000 ഓക്കെ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിലേക്ക് കിടക്കാം. വിച്ച് മെമ്മറി ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ ബൂട്ടപ്പ് പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടർ. ഓപ്ഷൻസ് എ റീഡ് ഓൺലി മെമ്മറി, ബി റാൻഡം ആക്സസ് മെമ്മറി, സി ക്യാഷെ മെമ്മറി, ഡി സെക്കൻഡറി മെമ്മറി. നെയിം ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്സ് എ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ലൈൻ ബൈ ലൈൻ. ഓപ്ഷൻസ് എ അസംബ്ലർ, ബി കമ്പൈലർ, സി ഇൻ്റർപ്രറ്റർ, ഡി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ 4-digit helpline number for reporting a cyber crime in the National Cyber Crime Reporting Portal. Options A 1940, B 1930, C 1098, D 1947. നമ്പറാണ് കേട്ടോ ചോദിച്ചത്. നമുക്ക് ഉത്തരങ്ങൾ നോക്കിയാലോ. വിച്ച് മെമ്മറി ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ ബൂട്ടപ്പ് പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടർ. ആൻസർ ഓപ്ഷൻ എ ആണ്, റീഡ് ഓൺലി മെമ്മറി. റോം ആണ് യൂസ്ഡ് ടു ഹോൾഡ് ദ ബൂട്ടപ്പ് പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടർ. നെക്സ്റ്റ്, നെയിം ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്സ് എ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ലൈൻ ബൈ ലൈൻ. ലൈൻ ബൈ ലൈൻ എന്ന് വരുമ്പം ഓപ്ഷൻ സി ആണ് ഇൻ്റർപ്രറ്റർ. കംപ്ലീറ്റ്ലി ആണെങ്കിൽ കമ്പൈലർ. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ 4-digit helpline number ഫോർ റിപ്പോർട്ടിംഗ് എ സൈബർ ക്രൈം ഇൻ ദ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ. ഹെൽപ്പ് ലൈൻ നമ്പറാണ് ചോദിച്ചത്. 1930 അതാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഡസ് ICANN സ്റ്റാൻഡ്സ് ഫോർ. അതിൻ്റെ എക്സ്പാൻഷനാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, ബി ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ ആൾട്ടർനേറ്റീവ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, സി ഇൻ്റലക്ച്വൽ കോർപ്പറേഷൻ ഫോർ ആൾട്ടർനേറ്റീവ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, ഡി ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. നെക്സ്റ്റ്, വൺ ഓഫ് ദ പോപ്പുലർ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോം ഒമേഗിൾ ഹാസ് ഷട്ട് ഡൗൺ ഇറ്റ്സ് ഓപ്പറേഷൻസ് ഓൺ November 8, 2023. Who is the founder of Omegle? Options A Sam Altman, B David R. Woolley, C Doug Brown, D Leif K. Brooks. നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. വാട്ട് ഡസ് ICANN സ്റ്റാൻഡ്സ് ഫോർ. ICANNൻ്റെ ഫുൾ ഫോമാണ് ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, ICANN. നെക്സ്റ്റ്, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ഒമേഗിൾ. ഒമേഗിളിൻ്റെ ഫൗണ്ടറാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ലീഫ് കെ ബ്രൂക്സ്. ഓർത്ത് വെക്കുക, ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമായ ഒമേഗിൾ ഷട്ട് ഡൗൺ ചെയ്തത് November 8, 2023. ഹു ഈസ് ദ ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ ലീഫ് കെ ബ്രൂക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. ഫസ്റ്റ് വൺ ലിബ്രെ ഓഫീസ് കാൽക്ക്, സെക്കൻഡ് മൈക്രോസോഫ്റ്റ് എക്സൽ, തേർഡ് ആപ്പിൾ നമ്പേഴ്സ്, ഫോർത്ത് ഗൂഗിൾ ഷീറ്റ്സ്.
Options A only 1 and 3, B only 2 and 4, C only 1, 3 and 4, D none of the above. Second question, the secondary storage device, namely hard disk, is a options A magnetic storage device, B optical storage device, C flash memory device, D none of the above. ആൻസർ നോക്കാം എന്താ വരുന്നതെന്ന്. ഫസ്റ്റത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്നാണ് ചോദിച്ചത്. അപ്പം ഇതിൽ കൊടുത്തതൊക്കെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിളാണ്. ലിബ്രെ ഓഫീസ് കാൽക്ക്, മൈക്രോസോഫ്റ്റ് എക്സൽ, ആപ്പിൾ നമ്പേഴ്സ്, ഗൂഗിൾ ഷീറ്റ്സ്. അതൊന്ന് ഓർത്ത് വെക്കുക, ഇനിയും ചോദിക്കും. നെക്സ്റ്റ് ഈസ് ദ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, നെയിംലി ഹാർഡ് ഡിസ്ക്, ഈസ് എ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്. ഹാർഡ് ഡിസ്ക് ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാറ്റ്ഫോം ഈസ് ഓർ ആർ യൂസ്ഡ് ഫോർ വീഡിയോ കോൺഫറൻസിങ്? ഫസ്റ്റ് മൈക്രോസോഫ്റ്റ് ടീംസ്, സെക്കൻഡ് ഗൂഗിൾ മീറ്റ്, തേർഡ് സൂം, ഫോർത്ത് ഗൂഗിൾ ക്ലൗഡ്. ഓപ്ഷൻസ് ഓൺലി 1, 3 and 4, ബി ഓൺലി 1, 2 and 3, സി ഓൺലി 2, 3 and 4, ഡി ഓൺലി 1, 2 and 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാറ്റ്ഫോം ഈസ് എ വീഡിയോ കോൺഫറൻസിംഗ് എന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഓൺലി 1, 2 and 3. മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം ഇവയൊക്കെ വീഡിയോ കോൺഫറൻസിങ് പ്ലാറ്റ്ഫോമാണ്. അത് വരാത്തത് ഗൂഗിൾ ക്ലൗഡാണ്, നോക്കി വെക്കുക. അടുത്ത ചോദ്യം, ഓൺലൈൻ ഹറാസ്മെൻറ്റ് മോസ്റ്റ് അക്യുറേറ്റ്ലി കംസ് അണ്ടർ ഓപ്ഷൻസ് എ ഫിഷിംഗ്, ബി സ്പാമിംഗ്, സി സൈബർ ബുള്ളിംഗ്, ഡി ഹാക്കിംഗ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് ലാൻ ആൻഡ് വാൻ? വാൻ കവേഴ്സ് മോർ ഏരിയ ദാൻ ലാൻ, ലാൻ ഈസ് ഫാസ്റ്റർ ദാൻ വാൻ, വാൻ ഈസ് ചീപ്പർ ദാൻ ലാൻ, ലാൻ സ്റ്റാൻഡ്സ് ഫോർ ലാർജ് ഏരിയ നെറ്റ്വർക്ക്സ്. ഓപ്ഷൻസ് എ ഓൺലി 1 and 2, ബി ഓൺലി 2 and 3, സി ഓൺലി 3 and 4, ഡി ഓൺലി 1 and 4. നമുക്ക് ആൻസർ നോക്കാം. ഓൺലൈൻ ഹറാസ്മെൻറ്റ് മോസ്റ്റ് അക്യുറേറ്റ്ലി കംസ് അണ്ടർ ഓപ്ഷൻ സി, സൈബർ ബുള്ളിംഗ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് ലാൻ ആൻഡ് വാൻ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഓൺലി 1 and 2. 1 ഉം 2 ആണ് കറക്റ്റായിട്ട് വരുന്നത്. വാൻ കവേഴ്സ് മോർ ഏരിയ ദാൻ ലാന്, ലാൻ ഈസ് ഫാസ്റ്റർ ദാൻ വാന്, വാൻ ഈസ് ചീപ്പർ ദാൻ ലാൻ അല്ല, വാന് കോസ്റ്റ്ലി ആണ്. ലാൻ സ്റ്റാൻഡ്സ് ഫോർ ലാർജ് ഏരിയ നെറ്റ്വർക്ക് അല്ല, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിലേക്ക് കിടക്കാം. അതിന് മുന്നേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെമ്മറി യൂണിറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് ക്ലോസസ്റ്റ് ടു ദ CPU in the memory hierarchy? Options A cache memory, B flash memory, C main memory, D secondary memory. Next, which of the following is an open source operating system? Options A iOS, B Linux, C MS-DOS, D Windows. Which transmission medium is the most suitable for long distance and high bandwidth network communication? Options A coaxial cable, B microwave, C optical fiber, D twisted pair cable. Next, which of the following is the primary function of World Wide Web? Option A accessing multimedia content and documents using hyperlinks, B managing IP addresses, C secure file transfers, D online gaming. നമുക്ക് ആൻസർ നോക്കാം. വിച്ച് മെമ്മറി യൂണിറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് ക്ലോസസ്റ്റ് ടു ദ CPU ഇൻ ദ മെമ്മറി ഹൈറാർക്കി? ഓപ്ഷൻ എ ക്യാഷെ മെമ്മറിയാണ്, ഫാസ്റ്റസ്റ്റും ക്ലോസസ്റ്റും ആയിട്ട് CPU ആയിട്ട്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഫ്രീ ആയിട്ട് വരുന്നത് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻസർ ഓപ്ഷൻ ബി, ലിനക്സ്. നെക്സ്റ്റ്, വിച്ച് ട്രാൻസ്മിഷൻ മീഡിയം ഈസ് ദ മോസ്റ്റ് സൂട്ടബിൾ ഫോർ ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ഹൈ ബാൻഡ് വിഡ്ത്ത് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ? ലോങ് ഡിസ്റ്റൻസിനും ഹൈ ബാൻഡ് വിഡ്ത്ത് കമ്മ്യൂണിക്കേഷനും സൂട്ടബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് ഒപ്റ്റിക്കൽ ഫൈബറാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് വേൾഡ് വൈഡ് വെബ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആക്സസിങ് മൾട്ടിമീഡിയ കണ്ടൻറ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് യൂസിങ് ഹൈപ്പർ ലിങ്ക്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, IT ആക്ട് എന്നാണ് ചോദിച്ചത്. വിച്ച് സെക്ഷൻ ഓഫ് ദ IT ആക്ട് 2000 ഡീൽസ് വിത്ത് ദ പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സ്സെൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി, സെക്ഷൻ 67. വിച്ച് സെക്ഷൻ ഓഫ് ദ IT ആക്ട് 2000 ഡീൽസ് വിത്ത് ദ പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സ്സെൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സെക്ഷൻ 67. ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിലിംസിന് IT ഭാഗത്ത് നിന്ന് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്തു. പാർട്ട് 1ഉം പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്തു. ഇനി നിങ്ങൾ PYQ നന്നായിട്ട് പഠിക്കുക, എക്സാം നല്ല രീതിയിൽ തന്നെ എഴുതുക, നെഗറ്റീവ് മാർക്ക് പരമാവധി കുറയ്ക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.